வணக்கம். நீ எங்க இருந்து வரீங்க? எந்த டீம்? நாங்க வந்து தாய்ஃப்னு வருது. கேரளத்துல வந்து மலப்புரம். சரி. எங்க டோர்னமெண்ட் ஃபர்ஸ்ட் டைம் அட்டெண்ட் பண்றீங்களா ஜித்தாவில்? இல்ல நம்ம இதுக்கு முன்னாடி அட்டெண்ட் பண்ணிருக்கு. ஒண்ணு வந்து இந்த மாதிரி எல்லாம் விளையாட்டு இருக்கு. சரி. ஒன்றும் குழப்பம் இல்லை இப்போ? சரி, ஓகே. നിലമ്പൂരിലെ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങിയ കൂട്ടായ്മ ആയിട്ടാണ് നിലമ്പൂർ എക്സ്പാർട്സ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്. विजय मसाला प्रीमियर ब्रदर्स मक्का, अबीर एक्सप्रेस जिद्दा, क्लासिक ताइफ, पवर स्पोर्ट फिटनेस जिद्दा AT and PT. ഫിക്സർ നിർണയം ആരംഭിക്കുന്നു. 12 ടീമുകൾ. ആദ്യ നറുക്കെടുപ്പ് എ ഗ്രൂപ്പിൽ എ ഗ്രൂപ്പിൽ പവർ സ്പോർട്ട് ഫിറ്റ്നസ് ജിദ്ദ PT. ബി ഗ്രൂപ്പിൽ KMCC മൂത്തേടം കനിവ് റിയാദ് AT. വിജയികളെ കാത്തിരിക്കുന്ന നിയോജിത വടംവലി മത്സരത്തിന്റെ ട്രോഫികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നു. വിജയ മസാല ചാപ്പ അമരമ്പലം മക്ക ആദ്യ പോരാട്ടങ്ങളിൽ കണ്ടുമുട്ടുന്നു. പോയിന്റിലും എല്ലാവിലുമെല്ലാം ജേഴ്സി അണിഞ്ഞ് വിജയ് മസാലയുടെ നാമധേയത്തിൽ ചാപ്പ അമരമ്പലം മക്കയുടെ യോദ്ധാക്കൾ ഒരു പുറത്ത് കാഹളമടങ്ങുന്ന നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ സ്വീകരിക്കുക. ഓപ്പൺ ലെവൽ പവർ സ്പോർട്ട് ഫിറ്റ്നസ് ജിദ്ദ PT. ചെമ്പടക്കോട്ടങ്ങളായി ചന്തമുള്ള ചോദ്യങ്ങളുമായി കണിയടങ്ങാത്തൊരു പോരാട്ടം പോലെ വിജയ മസാല ചാപ്പ അമരമ്പലം മക്കയുടെ കായികഭാരം അവസാന വരക്കൈകളിലേക്ക് പവർ സ്പോർട്ട് ഫിറ്റ്നസ് ജിദ്ദ PT. അവസാന പോരാട്ടം
മത്സരങ്ങളെ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രത്യേകം അറിയുന്നു. വീണ്ടും തിരികെ പിടിക്കുന്നു പവർ സ്പോർട്ട് ഫിറ്റ്നസ് ചിന്താപേട്ട കൈയടിച്ച് ആയിരങ്ങൾക്ക് നടുവിലേക്ക് ആവേശം മധുരവേദിക്കുന്ന വടംവലിയുടെ രാശിയം നിറയുന്ന മത്സരവേദി എട്ടടികളുടെ ലീഡുകളുടെ പത്തടിയെത്തിപ്പിടിച്ച പവർ സ്പോർട്ട് ഫിറ്റ്നസ് ചിന്താപേട്ട ആ ടീമുകൾ ഈ കളിക്കളത്തിൽ കൊമ്പുകോർക്കുന്നു. വടംവലി എന്ന മത്സരം ஆவேசத்துல கூடி மல்லிகா சூடம் வேலிகள் இப்போ வந்து 2 டீம் விளையாண்டுச்சு. 2 டீம் ஆளுக்கு ஒன்று செஞ்சுருக்காங்க. இப்போ அடுத்து ஃபைனல் இதில் யார் ஜெயிக்கிறாலோ அவங்க வந்து அடுத்த ரவுண்டு போவாங்க. ஆவேச சுந்தரமான ஒரு போராட்டத்தில் ஜெயித்து கடற்கரையில் விஜய் மசாலா ஜாப்பா அமரம்பலம் மக்கா இரு டீம் வந்திருக்கு. 2 டீம் வந்து ஒன்று தமாம்லேருந்து வந்திருக்கு, அதையும் காட்டுறேன். இன்னொன்று வந்து கத்தர்லேருந்து வந்து ISTC மலையிலும் வெள்ளையில ஜெர்சியனது ஒருமா கல்பகச்சேரி கத்தர் சாப்பிடுகின்ற அமெரிக்கார் KPS கருவாயுட கையில் பிடிச்சு ഈ കളിക്കള വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പാർക്കിംഗ് വാഹനങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് സഹകരിക്കും. அந்த டிஷர்ட்டில் போட்டிருப்பாங்க கத்தர்னு, அப்படியே அதை ஆப்போசிட் பண்ணுறவங்க இவங்க தமாம். ഇടപ്പാളിന്റെ പോരാട്ടങ്ങൾ മലയാളികളുടെ മണിമുറ്റങ്ങളിൽ സമ്മാനിച്ച മഹാപ്രൻസ് ഇടപ്പാളിന്റെ മുന്നണി പോരാളി അനിൽ ഇടപ്പാളിന് 1-ാം നമ്പറിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഖത്തറിന്റെ വിജയങ്ങൾ ഒപ്പം ചേർത്തിരിക്കുവാനെ കളിയാട്ട വേദിയിലേക്ക് KPS കരുണായുടെ കായിക പ്രതിമയുമായി കടന്നു വന്നവർ ഒരുമാ കൽപ്പകച്ചേരി ഖത്തർ ചാപ്റ്ററിന്റെ കായിക താരങ്ങൾ കായിക സ്നേഹികൾ കയ്യടികൾ സമ്മാനിച്ച് മാത്രമല്ല സ്വീകരിക്കേണ്ടത് വടംവലിയുടെ കളിയാട്ട വേദി വിട്ടുകിടക്കുവാൻ മനസ്സില്ലാത്തവർ പേരും വാശിയും നിറയുന്നത് മത്സരവേദിയുടെ വിഷയങ്ങൾ കൈയടക്കിക്കോ സെക്കൻഡിലേക്ക് ഒരുമാ കൽപ്പകച്ചേരി ഖത്തർ ചാപ്റ്റർ KPS കരുളായി അഭ്യർത്ഥന കൂടി ഞങ്ങൾ നടത്തുന്നു. വടംവലി മത്സരത്തിന്റെ വിജയങ്ങൾക്കായി போன வருஷம் 2மே பரிசு எடுத்த டீம். വിജയങ്ങൾക്കും മികച്ച രീതിയിൽ ഈ മത്സരങ്ങൾ നമുക്ക് கயிறு മുന്നോട്ട് കൊണ്ടുപോകണം. மிஸ்டேக் ஆயிடுச்சு. നിങ്ങളെല്ലാം ഒത്തൊരുമയാണ്. புது கயிறு உடனே ரெடி பண்ணி கொண்டு வராங்க. சவுதி அரேபியா இதெல்லாம் எப்படி சாத்தியம்னு தெரியல. അതോടൊപ്പം വീണ്ടും നടക്കുന്ന വേളയിൽ ആവേശമൂത്ത് നിങ്ങളാരും വിസിലുകൾ അടിച്ച് മത്സരത്തെ പ്രോത്സാഹിപ്പിക്കരുത്. വടംവലി എന്ന പോരാട്ടം വിസിൽ അകമ്പടിയിൽ നടക്കുന്നൊരു മത്സരമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോയിന്റിലുണ്ട്. മത്സര സമയത്ത് നിങ്ങൾ നടക്കുന്ന இது புதிய கயிறு, புது கயிறு. எப்படி இதெல்லாம் இந்த மக்களால் மட்டும் சாத்தியம்னு எனக்கு தெரியலப்பா உண்மையிலே. കരികിലേക്ക് പോരാട്ടം KPS കരുളായി രണ്ടാം സെറ്റിൽ വിജയങ്ങൾ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 10 വരെ ജിദ്ദയിൽ. റിയാദിന്റെ യോദ്ധാക്കൾ അനവധി വിജയങ്ങൾ പിടിച്ചടക്കിയവർ വിജയ പോരാട്ടങ്ങളുമായി പല ബന്ധന്മാരെയും പിന്തള്ളിയ ചരിത്രമുള്ള കായിക താരങ്ങൾ KMCC മുൻതോടും കണ്ണുമറിയാൻ മികവിന്റെ മത്സരങ്ങളിൽ ആർമാക്സ് ജിദ്ദ സെവൻസ് കല്ലേസ്തമ കയ്യടികൾ നൽകി തന്നെ സ്വീകരിക്കേണ്ട ഒരു പടങ്ങൾ
കലിതുയർത്തുന്ന മാന്ത്രിക ചുവടുകളും കരിങ്കൽക്കത്തിന്റെ കെട്ടുറപ്പും പ്രകാശമണിയങ്ങളിൽ പൊട്ടിപ്പറിക്കുന്ന വെടിക്കെട്ട് പോലെ വീരാളി പട്ടണത്തെ വീര പോരാട്ടങ്ങൾ കരികിലേക്ക് വീണ്ടും ആവേശത്തിന്റെ പടക്കളയെ വീണ്ടും മികച്ച മത്സരം ഏഴരയിലേക്ക് ഇത് പട്ടാളിക്ക് കളിക്കളത്തിന്റെ വിജയമാണ് പ്രാഥമിക ഗ്രൗണ്ടിലെ അവസാന മത്സരം. ഈ മത്സരത്തിന് ശേഷം ക്വാർട്ടർ അത്യന്തം ആവേശകരമായിട്ടുള്ള അടുക്കുകയാണ്. ഇതിനുള്ള പരിപൂർണമായ സാഹചര്യം മത്സരത്തിന്റെ അവസാനം വരെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജീവ വടിക്കടവ് കലിവറിയാതെ ടീം ഒരുപുറത്ത് KMCC മൂത്തേടം കലിവറിയാതെ ടീം എതിർമുഖത്ത് റിയാദിന്റെ കായിക താരങ്ങൾ ഒന്നിച്ചതായി വടംവലിയുടെ കളിക്കളങ്ങളിൽ പരിശീലിക്കുന്ന പടയാളി കൂട്ടങ്ങൾ. ജീവ വടിക്കടവിന് പിന്തള്ളി KMCC മൂത്തേടം മുന്നോട്ട് കയറുന്നു. ഫാസിലും മുജീബും ഷമീലും ഷംനാദും ഷബീറും നൌഷാദും തെബിനുമെല്ലാം അടങ്ങുന്ന കായിക പടയാളി കൂട്ടങ്ങൾ മത്സരവേദി. ജീവ വടിക്കടവ് എതിർമുഖത്ത് റിയാസും സജീവും ഫാസിലും അനൂപും ബാലും ഹബീബും ഷിയാസുമെല്ലാം അടങ്ങുന്ന പടയാളി കൂട്ടങ്ങൾ ബഷീർ കോട്ടകളുടെ പരിശീലനത്തിൽ വന്നു ചേർന്നവർ വിജയമായി കരസ്ഥമാക്കും. വെറും വാശിയും നിറയുന്ന പോരാട്ടത്തിന്റെ കളിവേദി. ആദ്യത്തിൽ വിജയം നേടിയ വന്നു ചേർന്ന അമരക്കാരായി വീണ്ടും കളിയിടത്തിലേക്ക് ഫൈനല് ഖത്തറും UAE നിങ്ങളിലേക്ക് സഹായവുമായി അഭ്യർത്ഥിച്ചെത്തി. നിങ്ങൾ നൽകിയ തുക 1489 റിയാല് കടപ്പാടും രേഖപ്പെടുത്തുന്നു. 1489 റിയാൽ 25 അല്ലാതെ. പോർട്ടുഗൽ ചാമ്പ്യൻ പട്ടമാർ കൈക്കലാക്കും. ഖത്തറിന്റെ മണ്ണിലേക്ക് ഈ വടംവലിയുടെ ചാമ്പ്യൻ പട്ടം കൊണ്ടുപോകുവാനുള്ള കെട്ടുറപ്പുമായി മത്സരവേദിയിൽ ഒരുമ. കൽപ്പകച്ചേരി ഖത്തർ ചാപ്റ്ററിന്റെ കായിക പട KPS കരുളായി. എതിർമുഖത്ത് നിലമ്പൂരിന്റെ നാട്ടുകൂട്ടങ്ങളായി പോർട്ടുഗലിന്റെ പടയാളി കൂട്ടങ്ങളായി ചിന്ത. ഈ പടക്കളത്തിന് സമ്മാനിച്ചവർ സ്റ്റാർ ഒപ്പള്ളോടിൽ അവസാന വരയിലേക്ക് കളിക്കളത്തിൽ ആദ്യ വിജയങ്ങൾ കൈക്കലാക്കുന്നു. 1 സെക്കൻഡിലേക്ക് സ്റ്റാർ അലയിൻ UAE വീണ്ടും ആവേശമൊരുക്കുന്നു. ഒരുമ കൽപ്പകച്ചേരി ഖത്തർ ചാപ്റ്റർ KPS കരുളായി. പോർട്ടുഗൽ സ്റ്റാർ അലയിൻ ടോച്ചോ ബിബൻ നാഷിക് മാത്യു ബിബൻ നബിൽ റിയാസ് എന്നീ തുടങ്ങിയ വമ്പന്മാരുടെ പേരിലൊരു സൗദി അറേബ്യയുടെ കളിമുറ്റത്തെ ചാമ്പ്യൻ പട്ടം കൈക്കലാക്കുവാൻ സ്റ്റാർ അലയൻ കൈയടിച്ച് ആവേശത്തിന്റെ മടങ്ങും. വീണ്ടും സ്റ്റാർ അലയൻ ഒപ്പത്തിനൊപ്പം ഉജ്ജ്വല പോരാട്ടം. സ്റ്റാർ അലയൻ മത്സര പോരാട്ടങ്ങളുടെ വിശദയോര മേഖലയിൽ നിന്നും UAE മണ്ണിലേക്ക് പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്ന് അവിടെ അലയിന്റെ മണ്ണിൽ സ്റ്റാർ അലയിന്റെ ഒരു നാമധേയത്തെ കെട്ടിപ്പടുത്ത പാറ്റ്യാളിന്റെ തമ്പുരാൻ. இப்போ மணி வந்து 2:50, அதான் இடத்துல 3 மணி ஆயிடுச்சு. இப்போ வந்து கப்பு வந்து கொடுக்க போகிறாங்க. களி வந்து கையெழுப்பு முடிஞ்சிச்சு. ரொம்ப டயர்டாக இருக்குது. கப்பு கொடுக்குறத காட்டுறாங்க உங்களுக்கு. ஃபஸ்ட் ப்ரைஸ் வந்து துபாய் தட்டிட்டு போயிட்டாங்க. ரெண்டாவது ப்ரைஸு கத்தர். ஃபஸ்ட்டு ப்ரைஸ் எடுத்த UAE டீம் பின்னாடி இருக்காங்க. அவங்கள்ட்ட சில வார்த்தைகள் நம்ம கேட்ப முடியும். என்ன சொல்கிறான்னு பார்ப்போம். നമ്മൾ 23 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വന്നത്. ഇപ്രായം നമ്മൾ തിരുവനന്തപുരത്തിന് ഫ്ലൈറ്റിന് വരുമെന്ന് ആ വന്ന തീരുമാനം ദൈവകൃപയാൽ നന്നായിട്ട് ചെയ്യാനാണ് നമുക്ക് സാധിച്ചു. എല്ലാവർക്കും നമ്മളെ കൊടുത്ത ടീമിനും നമ്മളെ സപ്പോർട്ട് നമ്മുടെ സ്പോൺസേഴ്സിനും ഇവിടെ കാണികൾക്കെല്ലാം ഒത്തിരി താങ്ക്സ്. വെരി ഗുഡ്.
இப்ராஹிம் உங்களுடைய கலிகண்டு பட் நீங்கள் 4th பிளேஸ் எடுத்து இப்போ பட் மாஷால்லா நல்ல விளையாண்டிங்க. இப்போ இதுக்கு இது எஃபர்ட் போட்டிங்களா இல்லை எப்படி இருந்துச்சு உங்களுடைய இது? இங்கே போன வாட்டி நான் வரும்போது 24 hours டிரைவ் பண்ணி தான் வந்தது, பை ரோடு தான் வந்தது. சரி சரி சரி. இப்போ அதனால எல்லாரும் டயர்டாக இருந்துச்சு. இப்போ வாட்டி வரும்போது ஃப்ளைட்டில் டிக்கெட் எடுத்து தான் வந்தது. சரி. வாட்டி ஏதாவது ஆனால் முடிச்சு தான் போனோம்னு நினச்சி வந்தது. கடவுளை சாத்திருந்தா அதுக்காக ஃபர்ஸ்ட் பிளேஸே கிட்டி. ஓகே, தேங்க்யூ வாழ்த்துக்கள். வந்து 4th பிளேஸ் പ്രൈസ് മണി സമ്മാനിക്കുന്നു BS വാച്ചസിന്റെ പ്രിയപ്പെട്ട മിസ്റ്റർ അബ്ദുള്ള. മൂന്നാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി കൈമാറുന്നതിനായി ஜித்தாவில் கப்பு வாங்கி துபாய்க்கும் கத்தருக்கும் போய்கிட்டு இருக்கு. ஃபர்ஸ்ட் ப்ரைஸ் துபாய், செகண்ட் ப்ரைஸ் അവരെല്ലാവിധ അഭിനന്ദനങ്ങളും ஒவ்வொரு ப்ரைஸாக நம்ம பார்ப்போம். ടൂർണമെന്റ് മിസ്റ്റർ അസൈൻ ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകനായ നജീബുക. அன்பூரோட மணி இப்போ மணி 3 மணி, இரவு 3 மணி, வெள்ளிக்கிழமை. உண்மையிலே மிகப்பெரிய ஏற்பாடு தான், பெரிய ஏற்பாடு தான். நிறைய மக்கள், நிறைய வாலண்டியர்ஸு, நிறைய ஏற்பாடு, இது மாதிரி நிறைய விஷயங்கள் செஞ்சு வச்சுருந்தாங்க. இதெல்லாம் அந்த மலையாளிகள் மட்டும்தான் சாத்தியமாகுதுங்கிறத அப்பப்போ நிரூபிக்கிறாங்க. இவங்களை பார்க்கல நமக்கு பொறாமையாகவும் இருக்குது, சந்தோஷமாகவும் இருக்குது. எனக்கு ரொம்ப பிடிச்ச விஷயங்கள் ஒரே அணியாக இருக்கிறாங்க, ஒரே கோஆப்ரேஷன் பண்ணுறாங்க. ஒன்று என்னென்னா, இந்த விளையாட்டை பற்றி பேசுவோம். ஒரு இங்கே லோக்கலில் வந்து ஜித்தா, ரியாத்து, தமாமு, தாய்ஃப்லேருந்து இருந்தாங்க. இன்டர்நேஷ்னல்லேருந்து UAE அப்படின்னு வந்துருக்காங்க. மொத்தம் 12 டீம் வந்தாங்க. 12 டீமில் இறுதி கோப்பையை வென்ற டீம் வந்து UAE தான். பார்த்துருப்பீங்க. அவங்களுடைய விளையாட்டு அந்த மாதிரி சிறந்ததாக இருந்துச்சு. மாஷால்லா வந்தோம். இதை பார்க்கையில் நமக்கு ஒரு பெரிய சந்தோஷமாக இருந்துச்சு, ஒரு மகிழ்ச்சியாகவும் இருந்துச்சு. நம்மளுடைய வீடியோ பாருங்கள், லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், சப்ஸ்கிரைப் பண்ணுங்கள். வேறு ஒரு வீடியோவில் வேறு ஒரு நல்ல செய்தியோடு சந்திக்கிற மாதிரி விடைபெறுவது உங்கள் காரிய ஃபுட் பிளாகர் ஹபீப்.